ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈ ഫൈവിംഗ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡൽഹിയിൽ പോലീസ് കോൺസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള നിരവധി വേക്കൻസികളാണ് ഇപ്പോൾ 7000 സംതിങ് വേക്കൻസികൾ അവൈലബിൾ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഫോമാണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് ആ ഫോമിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് ചുരുക്കി വിവരിച്ചതാണ്. അപ്പം ഡൽഹി പോലീസ് ആയിട്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്. ഇത് മെയിലിനും ഫീമെയിലിനൊക്കെ അപേക്ഷിക്കാൻ പറ്റും. ഡൽഹി പോലീസ് ആവാൻ വേണ്ടിയിട്ട് മെയിലിനും ഫീമെയിലിനൊക്കെ ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിലുള്ള ഏതൊരു പാർട്ടിലുള്ളവർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. കാൻഡിഡേറ്റ്സ് ഫ്രം ആൾ പാർട്സ് ഓഫ് ദ കൺട്രി വിൽ ബി എലിജിബിൾ ടു അപ്ലൈ എന്ന് പറയുന്നത്. ദ പോസ്റ്റ് ഈസ് നോട്ട് ഐഡൻറ്റിഫൈഡ് സൂട്ടബിൾ ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് PWBED ആണ് വരുന്നത്. ദ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ റിക്രൂട്ട്മെൻറ്റ് ആർ ആസ് അണ്ടർ. അപ്പോൾ കുറച്ച് അതിൻ്റെ ഫീച്ചേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡൽഹി പോലീസാണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് വന്നിട്ടുള്ളത്. ടൈപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് ജോബാണ് വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 21 സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 69,100 രൂപയാണ് സാലറി റേഞ്ച് എന്ന് പറയുന്നത്. വേക്കൻസീസ് അവൈലബിൾ വന്നിട്ടുള്ളത് 7,565 വേക്കൻസീസ് അവൈലബിൾ വന്നിട്ടുള്ളത്. അപ്ലൈ മോഡ് എന്ന് ഓൺലൈനാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ആൾ ഓവർ ഇന്ത്യ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ +2 ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ പാസ്സായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്, ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മസ്റ്റ് ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, LBA, മോട്ടോർ സൈക്കിൾ ഓർ കാർ അത് വേണം എന്നാണ് പറയുന്നത്. അതുപോലെ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നോട്ട് അക്സെപ്റ്റബിൾ ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 25 വയസ്സാണ്. അതിന് ഇടയിലുള്ള ഏതൊരു വേരിയൻസും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2/7/2000 മുമ്പ് ജനിച്ചവർക്കും അതുപോലെ തന്നെ 1/7/2000 പിന്നെ ജനിച്ചവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനിടയിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ SC ST 5 ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ OBC 3 ഇയറും ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 3 രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫിസിക്കൽ എൻട്രൻസ് ആൻഡ് മെഷർമെൻറ്റ് ടെസ്റ്റ് ആണ് വരുന്നത്. PE and MT ആണ് വരുന്നത്. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 22/9/2025 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2025 വരെയാണ്. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് വരുന്നത്. പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഒഫീഷ്യൽ വെബ്സൈറ്റായ ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അതിന് ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. Thanks for watching.